നമസ്കാരം. ബി ജെ പിയെ മൊത്തത്തിൽ ഒരു പൊളിച്ചെഴുത്ത് നടക്കാൻ പോവുകയാണ്. ശക്തമായ ഒരു നേതാവിനെയാണ് ബി ജെ പി ദേശീയ നേതൃത്വം കേരളത്തിൽ ബി ജെ പിയുടെ താക്കോൽ സ്ഥാനം ഏൽപ്പിക്കാൻ പോകുന്നത്. അതായത് ദേശീയ നേതൃത്വവുമായിട്ടും നല്ല ഒരു ബന്ധം പുലർത്തുന്ന ഒരു വ്യക്തി കൂടിയായിരിക്കും ബി ജെ പി ദേശീയ നേതൃത്വം സംസ്ഥാനത്തിന്റെ താക്കോൽ സ്ഥാനം ഏൽപ്പിക്കാൻ പോകുന്നത്. ബി ജെ പി സംസ്ഥാന അധ്യക്ഷന്മാരെ ഈ മാസം 15 തെരഞ്ഞെടുക്കാൻ പോവുകയാണ്. അതോടെ കേരളത്തിലും ഒരു മാറ്റം ഉണ്ടാകും. ജനുവരി അവസാനത്തോടെ ദേശീയ അധ്യക്ഷനെയും തെരഞ്ഞെടുത്തതിനു ശേഷം അഴിച്ചുപണി പൂർത്തിയാക്കാനാണ് ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനം. പുതുവർഷത്തിൽ താഴെ തട്ട് മുതൽ അഴിച്ചുപണിത് സമൂലമായ മാറ്റത്തിനാണ് ബി ജെ പി ഒരുങ്ങുന്നത്. സംസ്ഥാന അധ്യക്ഷന്മാരുടെ തെരഞ്ഞെടുപ്പിനായി കേന്ദ്ര മന്ത്രിമാരെ അടക്കം നേതാക്കൾക്ക് ചുമതല നൽകി കഴിഞ്ഞു. 11 മന്ത്രിമാർ, 3 സഹമന്ത്രിമാർ, 5 ജനറൽ സെക്രട്ടറിമാർ എന്നിവരെ തെരഞ്ഞെടുപ്പ് ചുമതലയുമായി ബന്ധപ്പെട്ട് ഉടൻ അതാത് സംസ്ഥാനങ്ങളിലേക്ക് അയക്കാൻ പോവുകയാണ്. കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷിക്കാണ് കേരളത്തിന്റെ ചുമതല. 60% സംസ്ഥാന അധ്യക്ഷന്മാരുടെയും കാലാവധി പൂർത്തിയാകുന്ന സാഹചര്യത്തിൽ കേരളത്തിലും മാറ്റമുണ്ടാകുമെന്നാണ് ദേശീയ നേതാക്കൾ നൽകുന്ന സൂചന. കഴിഞ്ഞ ദിവസങ്ങളിൽ അമിത്ഷാ ബി ജെ പിയുടെ മുതിർന്ന നേതാക്കളെ കണ്ടിരുന്നു. കൂടാതെ അർദ്ധരാത്രി മുൻ കേന്ദ്രമന്ത്രിയായിരുന്ന രാജീവ് ചന്ദ്രശേഖരുമായിട്ടും ഒരു രഹസ്യ കൂടിക്കാഴ്ച അമിത്ഷാ നടത്തിയിരുന്നു. അതായത് അമിത്ഷയുടെ ഔദ്യോഗിക വസതിയിൽ. രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനാകുക വഴി ക്രിസ്ത്യൻ വോട്ടുകളും അതുപോലെ തന്നെ ന്യൂനപക്ഷ വോട്ടുകളും ഉൾപ്പെടെ ബി ജെ പിയുടെ പെട്ടിയിൽ എത്തിക്കാൻ സാധിക്കുമെന്നാണ് ബി ജെ പിയുടെ കണക്കുകൂട്ടൽ. കൂടാതെ 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖരനെ തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ ഒരു ആലോചനയും ബി ജെ പിയുടെ ദേശീയ നേതൃത്വത്തിനുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രകടനം മെച്ചപ്പെടുത്തണമെന്ന കർശന നിർദ്ദേശം കേരളത്തിലെ ബി ജെ പി നേതൃത്വത്തിന് നൽകിയിട്ടുണ്ട്. 100 പഞ്ചായത്തുകളും തിരുവനന്തപുരം, തൃശൂർ കോർപ്പറേഷനുകളുമാണ് ടാർഗറ്റായി ദേശീയ ബി ജെ പി നേതൃത്വം സംസ്ഥാന ബി ജെ പിക്ക് നൽകിയിരിക്കുന്നത്. ഈ മാസം 15 സംസ്ഥാനങ്ങളിലെ പുനഃസംഘടന പൂർത്തിയായാൽ ദേശീയ അധ്യക്ഷന്റെ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങും. പകുതിയെങ്കിലും സംസ്ഥാന അധ്യക്ഷന്മാരെ നിശ്ചയിച്ചു കഴിഞ്ഞാൽ ദേശീയ അധ്യക്ഷനെ തീരുമാനിക്കാൻ സാധിക്കും. കേന്ദ്രമന്ത്രിമാരായ പീയൂഷ് ഗോയൽ, നിർമ്മല സീതാരാമൻ, ശിവരാജ് സിംഗ് ചൗഹാൻ, ജനറൽ സെക്രട്ടറി വിനോദ് താവഡെ എന്നിവരാണ് സജീവ പരിഗണനയിലുള്ളത്. കേരളത്തിൽ നേതൃമാറ്റം അനിവാര്യമാണെന്ന നിലപാടിലാണ് കേന്ദ്ര നേതൃത്വം. കേരളത്തിൽ പുതിയ ഒരു മുഖം നേതൃസ്ഥാനത്തേക്ക് വരട്ടെ എന്നാണ് ദേശീയ നേതൃത്വത്തിന്റെ നിലപാട്. എല്ലാ ഭാഗത്തെയും ആകർഷിക്കാൻ പറ്റുന്ന ഒരു വ്യക്തി തന്നെ സംസ്ഥാന പ്രസിഡന്റായി വരണമെന്ന നിലപാടിലാണ് ബി ജെ പിയുടെ ദേശീയ നേതൃത്വം. മാറ്റം ആഗ്രഹിക്കുന്ന ഒരു തലമുറയെ സ്വാധീനിക്കാൻ കഴിയുന്ന നേതാവ് കൂടിയാണ് രാജീവ് ചന്ദ്രശേഖർ. അതുകൊണ്ട് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖരന് മുഖ്യ പരിഗണന ബി ജെ പി ദേശീയ നേതൃത്വം നൽകുന്നത്. സാമുദായിക നേതാക്കളുമായി രാജീവ് ചന്ദ്രശേഖരനുള്ള അടുപ്പവും കേന്ദ്ര നേതൃത്വം പരിഗണനയിലുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ രാജീവ് ചന്ദ്രശേഖർ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുത്ത സ്വാധീനവും ഇമേജും ഇടപെടലും കേന്ദ്ര നേതൃത്വം മുഖ്യ പരിഗണനയിലാണ് എടുത്തിട്ടുള്ളത്. സുരേഷ് ഗോപിയുടെ തൃശൂരിലെ വിജയവും സമീപകാലത്ത് മറ്റു പാർട്ടിയിൽ നിന്നും ആളുകൾ ബി ജെ പിയിലേക്ക് എത്തിയതും അതൊക്കെ രാജീവ് ചന്ദ്രശേഖരന്റെ ഒരു നിർണായകമായ ഒരു കഴിവും കൊണ്ട് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖരനെ പോലെയുള്ള വ്യക്തി, അതായത് രാജീവ് ചന്ദ്രശേഖരനെ തന്നെ ബി ജെ പിയുടെ കേരളത്തിൽ ബി ജെ പി അധ്യക്ഷന്റെ താക്കോൽ സ്ഥാനത്തേക്ക് എത്തിക്കാൻ ഒരു നീക്കം കേന്ദ്രം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്.